Probability sampling or random sampling. Probability sampling is defined as a sampling technique in which the researcher chooses samples from a larger population using a method based on the theory of probability. Probability sampling എന്ന് പറയുന്ന ഒരു സാമ്പിളിംഗ് ടെക്നിക്കാണ്. അവിടെ ഒരു വലിയൊരു പോപ്പുലേഷനിൽ നിന്നും കുറച്ച് സാമ്പിൾസിനെ നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാണ്. പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് ചൂസ് ചെയ്യുന്നതിനെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. Here, each item has its own chance for being selected. So, probability sampling ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാണ്. പ്രത്യേകിച്ച് ബയസ്ഡ് ഒന്നുമല്ല, അൺബയസ്ഡ് ആയിട്ടാണ് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓർ സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. Each and every item has equal chance. So, it is also known as chance sampling. So, probability sampling or random sampling or chance sampling. And also it ensures the law of statistical regularity. Law of statistical regularity എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. So, probability sampling law of statistical regularity ensure ചെയ്യുന്നുണ്ട്, ഉറപ്പാക്കുന്നുണ്ട്. Now, first type of random sampling is simple random sampling, and that is the simplest type of random sampling. There are two methods for simple random sampling. First one is lottery method. Lottery method means നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത്. നമുക്ക് പോപ്പുലേഷനിലെ ആൾക്കാരെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിലാണ് നമ്മൾ ലോട്ടറി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ ലോട്ടറി മെത്തേഡ് first we write names or എന്താണോ നമ്മുടെ പോപ്പുലേഷനിലുള്ള ആൾക്കാർ ഐറ്റംസ് എന്താണോ അവരുടെ എല്ലാം പേരുകൾ എഴുതി ഒരു പേപ്പറിലാക്കി ഈക്വൽ ആൻഡ് ഐഡന്റിക്കൽ ഷേപ്പിലും സൈസിലുമുള്ള പേപ്പറിൽ നമ്മൾ പേരുകൾ എഴുതി ഓർ നമ്പറുകളാക്കി എഴുതി അത് മടക്കി വെക്കുകയാണ്. മടക്കി ഒരു ജാറിൻ്റെ അകത്തോ വല്ലതും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ചൂസ് ചെയ്യുന്നു, റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ലോട്ടറി മെത്തേഡ്. അവിടെ പ്യുവർ റാൻഡംനെസ് ആണ്, നമുക്കറിയില്ല ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ലോട്ടറി മെത്തേഡ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്യാം. കുറച്ച് സ്റ്റാൻഡേർഡ് ടേബിൾസ് ആണ് ടിപ്പറ്റ്സ് റാൻഡം നമ്പർ ടേബിൾ, ഫിഷർ ആൻഡ് യേറ്റ്സ് ടേബിൾ, കെൻഡൽ ആൻഡ് ബേബി സ്മിത്ത് ടേബിൾ, CR റാവൂസ് ടേബിൾ, അങ്ങനെ ഒരുപാട് ടേബിൾസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടേബിൾ യൂസ് ചെയ്യാം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടേബിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. സോ ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ടേബിൾ ആണ്, അതിൻ്റെ അകത്ത് റാൻഡം ആയിട്ട് നമ്പേഴ്സ് എഴുതിയേക്കുവാണ്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലും ഓർ ഒരു സ്റ്റാൻഡേർഡ് ടേബിൾ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ നമ്പർ ഏതൊക്കെയാണോ ആ നമ്പറുകൾ മാത്രം നമ്മൾ സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഒരാൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആൾക്കാർക്ക് ആദ്യമേ നമ്മൾ നമ്പേഴ്സ് അസൈൻ ചെയ്യുന്നു. എന്നിട്ട് ഈ നമ്പർ വരുന്നത് ആരുമായിട്ടാണോ മാച്ച് ആവുന്നത് ആ ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്. സോ ഈ രണ്ട് രീതിയിലെടുത്താലും റാൻഡംലി ആണ് നമ്മൾ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. And this is a simple method, so it is known as simple random sampling. So what are its merits? There is no possibility of personal bias. Biasന്റെ ഒരു പ്രശ്നമേ അവിടെ വരുന്നില്ല. And it represents population, particularly when the sample size is large. Sample size ഒരുപാട് വലുതാവുന്ന കേസുകളിൽ പോപ്പുലേഷനെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. And accuracy can be easily assessed. റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആക്യുറസി അവിടെ കൂടുതലായിരിക്കും. Also it ensures law of statistical regularity. ഏതൊരു റാൻഡം സാമ്പിളിംഗും law of statistical regularity ensure ചെയ്യുന്നുണ്ട്. And so is simple random sampling. Now there are some demerits also. It is difficult to have an up-to-date list of all the items of the population to be sampled. എപ്പോഴും നമ്മൾ സാമ്പിൾ ചെയ്യേണ്ട പോപ്പുലേഷനെ പറ്റി ഒരു അപ്-ടു-ഡേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അപ്-ടു-ഡേറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ സാമ്പിളുകളും ലഭിക്കുന്നുള്ളൂ. If the size of the sample is small, the results may not be reliable. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആൾക്കാർ സാമ്പിളിന്റെ സൈസ് കുറവാണെങ്കിൽ അത് കൃത്യമായിട്ട് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. And for non-homogeneous items, this method cannot be adopted. So, നമ്മൾ ഈ പറഞ്ഞതെല്ലാം homogeneous items-നാണ്. പോപ്പുലേഷനിലെ ഏതൊരാളെ എടുത്താലും എല്ലാവർക്കും ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ we can use simple random sampling. And if it is not homogeneous, then we cannot adopt this method. Now, there are two types of simple random sampling. Simple random sampling with replacement and without replacement. വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സാമ്പിളിനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ആളിനെ തന്നെ എടുക്കാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ടാവുകയാണ്. സാമ്പിളിംഗ് യൂണിറ്റ് 1 selected is placed back in the sampling frame and then the next unit is selected from the sampling frame. സെലക്ട് ചെയ്ത ആളെ തന്നെ വീണ്ടും അവിടെ വെക്കുകയാണ്. So that
he can be selected once again. So it is possible to include a unit more than once. എടുക്കും എന്ന് ഉറപ്പല്ല, പക്ഷെ there is some possibility. ഒരു വട്ടം കിട്ടിയ ആൾക്ക് തന്നെ വീണ്ടും സേ ലോട്ടറി എടുക്കുന്നതിൻ്റെ ആണെങ്കിലും ഒരു ദിവസം ലോട്ടറി അടിച്ച ആൾക്ക് പിന്നെ ഒരിക്കലും ലോട്ടറി അടിക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. ആ ആൾക്ക് തന്നെ വീണ്ടും ലോട്ടറി അടിക്കാം. സോ that is simple random sampling with replacement. Now there are simple random sampling without replacement. എന്തായിരിക്കും ഇവിടുത്തെ പ്രത്യേകത? ഒരു വട്ടം എടുത്താൽ പിന്നെ അയാളെ ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല. സാമ്പിളിംഗ് യൂണിറ്റ് 1 selected is removed from the sampling frame and then the next unit is selected from the sampling frame. Here it is not possible to include a unit more than once. ഒരാളെ ഒരിക്കൽ മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. That is the main difference. Now complex random sampling designs or mixed sampling designs. Complex random sampling design is a probability sampling under restricted sampling techniques. കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് നമുക്ക് തന്നിട്ടുള്ളപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡാണ്. It is also known as mixed sampling since many of such designs may represent a combination of probability and non-probability sampling procedures in selecting a sample. എന്തുകൊണ്ടാണ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത് ഓർ മിക്സ്ഡ് എന്ന് വിളിക്കുന്നത്? ഒന്നിൽ കൂടുതൽ സാമ്പിളിംഗ് ഡിസൈൻസിന്റെ കോമ്പിനേഷൻ ആണ്. മോസ്റ്റ്ലി ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് പ്രൊസീജിയറും ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് പ്രൊസീജിയറും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴായിരിക്കാം നമുക്ക് മിക്സ്ഡ് സാമ്പിളിംഗ് ഡിസൈൻസ് ഓർ കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് ഡിസൈൻസ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് മിക്സ്ഡ് സാമ്പിളിംഗ് ഡിസൈൻസ്. Now complex random sampling is divided into different types. First type of sampling is called stratified sampling, and it is again divided into proportional, disproportionate and stratified weighted sampling. So endana pratyekada? Stratified sampling means we are dividing it into different stratas. പല ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതിനെല്ലാം കൂടെ ഒരു ഗ്രൂപ്പിലാക്കും. ആ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റ. സോ അങ്ങനെ സ്ട്രാറ്റാസ് ആയിട്ട് തരംതിരിച്ചിട്ട് ഓരോ സ്ട്രാറ്റയിൽ നിന്നും നമുക്ക് വേണ്ട ആൾക്കാരെ കുറച്ച് പേരെ വെച്ച് സെലക്ട് ചെയ്യുന്നു, സാമ്പിൾസ് ആക്കി സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. നൗ ഇഫ് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ, നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റാസ് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ അവരുടെ സൈസ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം എന്നില്ല. കുറച്ച് സൈസ് ഉള്ളതിൽ നിന്ന് മാത്രം, അതായത് ഒരു സ്ട്രാറ്റയ്ക്കകത്ത് ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന സാമ്പിളുകളുടെ എണ്ണവും കുറവായിരിക്കും. സ്ട്രാറ്റയുടെ സൈസ് കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന സാമ്പിളുകളുടെ എണ്ണവും കൂടുതലായിരിക്കും. അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രപ്പോർഷണൽ സാമ്പിളിംഗ്. അതായത് 10 പേരുള്ളിടത്തുനിന്ന് ഒരാളെ ഞാൻ എടുക്കുന്നുള്ളെങ്കിൽ 20 പേരുള്ളിടത്തുനിന്ന് ഞാൻ 2 പേരെ എടുത്തിരിക്കണം. ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ സാമ്പിളിംഗ്. ഇനി അങ്ങനെയല്ല, എല്ലാ സ്ട്രാറ്റയിൽ നിന്നും ഞാൻ ഈക്വൽ നമ്പർ, വെദർ സ്ട്രാറ്റ സൈസ് ഇസ് സ്മോൾ ഓർ ബിഗ്, വാട്ട് എവർ, ഐ എം ടേക്കിംഗ് ഈക്വൽ നമ്പർ ഓഫ് സാമ്പിൾസ് ഫ്രം ഈച്ച് സ്ട്രാറ്റ, then that is known as disproportionate stratified sampling. Now there comes stratified weighted sampling. അതെന്തായിരിക്കും? വെയിറ്റേജ് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ട്രാറ്റയ്ക്ക് വെയിറ്റേജ് കൂടുതലുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ കൂടുതലായിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ക്വിസിന് വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മാർക്ക് കൂടുതലുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ആരാണോ അവരെ നമ്മളൊരു സ്ട്രാറ്റ ആക്കി വെക്കുമെന്ന് വിചാരിക്കുക. ആ സ്ട്രാറ്റയിൽ നിന്ന് വേണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ. സോ വെയിറ്റേജ് അനുസരിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്ട്രാറ്റിഫൈഡ് വെയ്റ്റഡ് സാമ്പിളിംഗ്.